Welcome all. Welcome to the new video. This video actually the continuation of the first video, Royal Absolutism. So in the Royal Absolutism, we discussed about how monarchical rule developed in France. So who was the major monarchical rule there, or absolute monarch there? So everyone knows that in France, Bourbon dynasty established absolute monarchy, a monarchical system, and the dynasty could produce a list of monarchical rulers, and among them, Louis XIV and the Louis XVI were more prominent monarchies or the monarchical rulers. So here I would like to talk about Louis XIV of France. So I have already given a few points regarding Louis XIV in the last video. So here I would like to talk about his religious and foreign policies. So talking about the religious policies of Louis XIV, initially he didn't have any religious interest, was totally indifferent to religion. He aimed to eliminate religious barriers, consolidating power for himself, so that he introduced an ordinance called Gallican Liberties Ordinance, which was in the year 1682, and the ordinance restricted the religious power of Pope in France. So according to this ordinance, Pope couldn't issue orders against king or the public, nor could he command people to disobey the king. Despite all the opposition from the Pope, Louis XIV, who enjoyed this absolute power. ലൂയി XIV ഒരു മൊണാർക്കിക്കൽ റൂൾ എന്ന നിലയിൽ ഫ്രാൻസിലെ മുഴുവൻ പവറും അദ്ദേഹം എക്സസൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തി, ഇൻക്ലൂഡിങ് റിലീജിയസ് പവറും കൂടി അദ്ദേഹത്തിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കി. അതിന്റെ ഭാഗമായി 1682 ഹി ഇനാക്റ്റഡ് എൻ ഓർഡിനൻസ് കോൾഡ് ഗാലിക്കൻ ലിബർട്ടീസ് ഓർഡിനൻസ്. തുടക്കത്തിൽ ഇദ്ദേഹത്തിന് യാതൊരുവിധ മത താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഒരു മൊണാർക്കിക്കൽ റൂൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് മതപരമായ മേഖലയിൽ ഏതെങ്കിലും നിയന്ത്രണത്തെ പറ്റിയൊന്നും അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. എന്നാൽ അധികാരം കൂടുന്തോറും പവർ ഇൻക്രീസ് ചെയ്തപ്പോഴേക്കും ഹി തോട്ട് അബൌട്ട് ദ നീഡ് ഓഫ് കൺട്രോളിങ് റിലീജിയൻ ടു. ഇപ്പോൾ റിലീജിയനും കൂടി അദ്ദേഹത്തിന്റെ കൺട്രോളിലുണ്ടെങ്കിൽ ഹി കുഡ് ബിക്കം മോർ പവർഫുൾ ആൻഡ് അബ്സലൂട്ട് മൊണാർക്ക്. കൂടുതൽ ശക്തനാവാം, അബ്സലൂട്ട് മൊണാർക്ക് ആവാം എന്നൊരു തോന്നൽ ലൂയി XIV അതിന്റെ ഭാഗമായി ഫ്രാൻസിൽ പോപ്പിനുള്ള അധികാരത്തെ, പോപ്പ് റോമിലാണുള്ളത് എങ്കിലും യൂറോപ്പിലുള്ള എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെയും മതപരമായ അധികാരം, അതിന്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് പോപ്പിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലും പോപ്പിന്റെ പരമാധികാരം നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ലൂയി XIV ഒരിക്കലും ഒരു അബ്സലൂട്ട് മൊണാർക്കായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഹി തോട്ട് അബൌട്ട് ദ നീഡ് ഓഫ് കൺട്രോളിങ് ഓർ റെസ്ട്രിക്റ്റിംഗ് ദ പവർ ഓഫ് പോപ്പ് ഇൻ ഹിസ് ഓൺ കൺട്രി. അതിന്റെ ഭാഗമായി ലൂയി XIV കൊണ്ടുവന്ന ഒരു നിയമമാണ് ഗാലിക്കൻ ലിബർട്ടി ഓർഡിനൻസ്. അത് പ്രകാരം പോപ്പിന് രാജാവിനെതിരെയോ ഫ്രാൻസിലെ ജനങ്ങൾക്കെതിരെയോ യാതൊരുവിധ തരത്തിലുള്ള ഓർഡറുകൾ പുറപ്പെടുവിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ രാജാവിനെതിരെ തിരിക്കാനും, അതായത് ടേൺ ചെയ്യാൻ, എഗെയിൻസ്റ്റ് ആക്കാനും പോപ്പിന് സാധിക്കില്ല. ഇത് രണ്ടും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു. അതായത് രാജാവ് ഏതെങ്കിലും തരത്തിൽ പോപ്പിനെ അനുസരിക്കാതെ വരുമ്പോൾ, ഒബ്ജക്റ്റ് ചെയ്യുകയോ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ചെയ്യുന്ന സമയം പോപ്പ് ആ രാജ്യത്തിലുള്ള ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ടു ഡിസൊബേ യുവർ കിങ്, അങ്ങനെയാണ് ആവശ്യപ്പെടാറ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കിങ് ജോണിനെ പലതവണ പോപ്പ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം ദ പോപ്പ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ. അതേപോലെ തന്നെയാണ് ഫ്രാൻസിലും അത്തരത്തിലുള്ള പോപ്പിന്റെ ഇടപെടലുകളിലെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് ലൂയി XIV ഗാലിക്കൻ ലിബർട്ടീസ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് അണ്ടർ ദിസ് ഓർഡിനൻസ് ലൂയി XIV കുഡ് കൺട്രോൾ പോപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ ഇത് ഇന്റർവെൻഷൻ ഓഫ് പോപ്പ് ഇൻ ഫ്രാൻസിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന പോപ്പിന്റെ ആ ഒരു അധികാരത്തെ കൺട്രോൾ ചെയ്യാൻ
ലൂയി 14 സാധിച്ചു. But this type of religious interest later changed due to the influence of his second wife. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മതപരമായ താല്പര്യം പിന്നീട് അത് മാറുന്നുണ്ട്. അതായത് പോപ്പിനെ നിയന്ത്രിക്കാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം പിന്നീട് അദ്ദേഹം അതിൽ നിന്നും away from this type of religious interest. Very soon he became an ardent Catholic, a staunch Catholic. തുടക്കത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ മത താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു കാത്തലിക്കായി മാറി, ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറി. അതിന്റെ പ്രധാന കാരണം ദ മെയിൻ റീസൺ ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് സെക്കൻഡ് വൈഫ്. പിന്നെ അദ്ദേഹം കാത്തലിക്കിനെ എൻകറേജ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും കാത്തലിക്സിന്റെ റിലീജിയസ് എനിമീസ് ആയിരിക്കുന്ന പ്രൊട്ടസ്റ്റൻസിനെ പെർസിക്യൂട്ട് ചെയ്യുന്നതിലുമാണ് പിന്നീട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. And the rest of his time he spent for persecuting the religious enemies of Catholics. Catholics' religious enemies understood ആണ് Protestants ആണ്. So he considered the Protestants as atheist. എന്താണ്, അവിശ്വാസികളായിട്ടാണ് ലൂയി 14 ഈ പ്രൊട്ടസ്റ്റൻസിനെ കാണുന്നത്. മാത്രമല്ല ഫ്രാൻസിലുള്ള ബർബൻ ഡൈനാസ്റ്റിയുടെ അബ്സല്യൂട്ട് പവറിനെ പ്രൊട്ടസ്റ്റൻസ് ചോദ്യം ചെയ്യുന്നു എന്നൊരു തോന്നലും കൂടി ലൂയി 14 ഉണ്ടായി. സോ ഹി വാണ്ടഡ് ടു പണിഷ് ദം, ഹി വാണ്ടഡ് ടു സപ്രസ് ദീസ് പ്രൊട്ടസ്റ്റൻസിനെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടി he did one thing, that he cancelled Edict of Nantes. Edict of Nantes, actually it is a religious order issued by Henry IV before, which means 4 years before. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹെൻറി ഫോർത്ത്, ഫ്രാൻസിലെ റൂളറായ ഹെൻറി ഫോർത്ത് ഈഡിക്റ്റ് ഓഫ് നാൻഡസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ അവിടെ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ദ ഓർഡർ ഹാഡ് എ റിലീജിയസ് നേച്ചർ. അത് പ്രകാരം ഈഡിക്റ്റ് ഓഫ് നാൻഡസ് ഗ്രാൻഡഡ് എ ലാർജ് മെഷർ ഓഫ് റിലീജിയസ് ലിബർട്ടി ടു ഹിസ് പ്രൊട്ടസ്റ്റന്റ് സബ്ജക്ട്സ്. ഫ്രാൻസിലെ പ്രൊട്ടസ്റ്റൻസ് ഹ്യൂഗനോട്ട്സ് എന്നറിയപ്പെടുക. അപ്പം യൂറോപ്പിൽ റെഫർമേഷൻ ഉണ്ടായതുപോലെ തന്നെ ഫ്രാൻസിലും റെഫർമേഷൻ ഉണ്ടായി. ദ ഹോൾ ഫ്രഞ്ച് പീപ്പിൾ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റിലീജിയസ് സെഗ്മെന്റ്സ്. അതിലൊരു വിഭാഗമാണ് വൺ ഗ്രൂപ്പ് വാസ് ഹ്യൂഗനോട്ട്സ് ഓർ പ്രൊട്ടസ്റ്റൻസ്. ഈ പ്രൊട്ടസ്റ്റൻസിന് അന്ന് ഫ്രാൻസിലെ മെജോറിറ്റീസ് വർ റിലീജിയസ് മെജോറിറ്റീസ് എന്ന് പറയുന്നത് കാത്തലിക്സ് ആണ്. അപ്പോൾ ഈ കാത്തലിക്സ് ഒരിക്കലും ഈ പ്രൊട്ടസ്റ്റൻസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ കാത്തലിക്സ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്റേണലി ഇറ്റ് ക്രിയേറ്റഡ് മച്ച് പ്രോബ്ലം ഇന്റേണലി. ഫ്രാൻസിൽ തന്നെ കുറേയധികം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സോ ഇൻ ഓർഡർ ടു ഓവർകം ദ റിലീജിയസ് ഇഷ്യൂസ് ക്രിയേറ്റഡ് ബൈ ദിസ് റെഫർമേഷന്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ റിലീജിയസ് ഇഷ്യൂവിൽ നിന്നും ഓവർകം ചെയ്യുന്നതിന് വേണ്ടി then the ruler of France, Henry IV, he issued an order called, or an act called, Edict of Nantes. And this Edict of Nantes gave Protestants religious freedom. പക്ഷേ ലൂയി 14 ഇപ്പോൾ കാത്തലിക് ആയപ്പോഴേക്കും ഹെൻറി ഫോർത്ത് അവിടെ പ്രൊട്ടസ്റ്റൻസിന് നൽകിയിരിക്കുന്ന ആ മതസ്വാതന്ത്ര്യം അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈഡിക്റ്റ് ഓഫ് നാൻഡസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടസ്റ്റൻസിന് അവിടെ പബ്ലിക് വർഷിപ്പ് അനുവദനീയമല്ല. സോ വാട്ട് ദീസ് പ്രൊട്ടസ്റ്റൻസ് ഡിഡ്, ദേ ഫ്ലീ ടു എബ്രോഡ്. ദേ ഫ്ലെഡ് എബ്രോഡ്, വിദേശ രാജ്യങ്ങളിലേക്ക് അവർ രക്ഷപ്പെട്ടു. in order to, which means escape from the religious persecution of Catholics and the government. ഗവൺമെന്റിൽ നിന്നൊക്കെ കാത്തലിക്സിൽ നിന്നും ഗവൺമെന്റിൽ നിന്നുള്ള റിലീജിയസ് പെർസിക്യൂഷനിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി. പക്ഷേ ഇറ്റ് ക്രിയേറ്റഡ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൾച്ചർ ഇൻ ഫ്രാൻസ്, ബിക്കോസ് ദീസ് പീപ്പിൾ വർ സ്കിൽഡ് ലേബറേഴ്സ്, ആർട്ടിസ്റ്റുമാണ്, ആർട്ടിസാൻസുമാണ്, ഒപ്പം തന്നെ സ്കിൽഡ് ലേബറേഴ്സുമാണ്. അപ്പൊ ഇവരിവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഫ്രാൻസിന്റെ ഇക്കോണമിയെയും കൾച്ചറിനെയും ഒക്കെ നെഗറ്റീവായി ഇത് അഫക്റ്റ് ചെയ്തു. Then the second point is art and architecture. ലൂയി 14 അബ്സല്യൂട്ട് മൊണാർക്ക് ആവുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാന, അബ്സല്യൂട്ട് മൊണാർക്ക് ആയിരിക്കെ തന്നെ
ഹി എൻകറേജ്ഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇപ്പോൾ ഒരു അബ്സലൂട്ട് മൊണാർക്കിന് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശൈലിയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സൈഡും കൂടെ ഉണ്ട്, which means he was a great patron of art and architecture. So he paid special attention for this painting, music, then sculpture. അതിനൊക്കെ അദ്ദേഹം ഒരു പ്രത്യേക സമയം കണ്ടെത്തുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അതിനുള്ള ഏറ്റവും, ഫോർ ഇൻസ്റ്റൻസ്, ഇറ്റ് ഈസ് ഡ്യൂറിങ് ഹിസ് ടൈം ദാറ്റ് ദ ഫേമസ് പാലസ്, വേഴ്സൈസ് പാലസ് ബിൽറ്റ്. ഹാൾ ഓഫ് മിറേഴ്സ് എന്നറിയപ്പെടുന്ന വേഴ്സൈസ് പാലസ് ബിൽറ്റ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ടൈമിലാണ്. പിന്നീട് ദിസ് വേഴ്സൈസ് പാലസിലേക്ക് അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഫ്രാൻസിൻ്റെ ഹെഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ക്യാപിറ്റൽ മൂവ് ചെയ്യുകയും ചെയ്തു. ഈ വേഴ്സൈസ് പാലസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അതായത് ഈ വേഴ്സൈസ് പാലസ് ആണ് പിന്നീട് ലേറ്റർ ഇറ്റ് ബിക്കെയിം ദ സെന്റർ ഓഫ് മെനി ഇന്റർനാഷണൽ ഇവന്റ്സ്. അന്താരാഷ്ട്ര മേഖലയിൽ നടന്ന പല പ്രശ്നങ്ങളുടെയും ഒരു മുഖ്യ കേന്ദ്രമായിട്ട് വേഴ്സൈസ് പാലസ് മാറി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നടന്ന പാരീസ് പീസ് കോൺഫറൻസ്, അത് മീറ്റിംഗ് നടത്തിയത് ഈ വേഴ്സൈസ് പാലസിൽ വെച്ചാണ്. അപ്പം അന്തർദേശീയ തലത്തിലുള്ള പല ഇവന്റുകളുടെയും ഒരു വേദിയായും ഈ വേഴ്സൈസ് പാലസ് മാറി. ദെൻ ഇദ്ദേഹം ആർട്ടിനെയും ആർക്കിടെക്ചറിനെയും മ്യൂസിക്കിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തു എന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് അഡീഷണലി ലൂയി XIV who appointed ജീൻ ബാപ്റ്റിസ്റ്റ് ലുല്ലി, ഇറ്റാലിയൻ ബാലറ്റ് മാസ്റ്റർ ആണ്, and he was appointed as the music master of the royal family. ഈ വേഴ്സൈസ് പാലസിൽ തന്നെ ഒരു കമ്പോസറായും മ്യൂസിക് മാസ്റ്ററായും ലുല്ലിയെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തു. ദെൻ ഇത് കൂടാതെ തന്നെ, in addition to the above mentioned developments, Louis XIV he established an academy purely for fine arts, which is called Royal Academy of Fine Arts. ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു റോയൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ബൂർബൺ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ, ത്രൂ ഔട്ട് ദ ബൂർബൺ ഡൈനാസ്റ്റി ആൻഡ് എസ്പെഷ്യലി ലൂയി XIV പീരിയഡ്, opera and the ballet held മ്യൂസിക് ഇവൻസും തിയേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ലൂയി XIV ടൈമിലൂടെ അരങ്ങേറിയിരുന്നു. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, ലൂയി XIV ആസ് എ അബ്സലൂട്ട് മൊണാർക്ക് ഓഫ് ദ ഫ്രാൻസ്, വാട്ട് വാസ് ഹിസ് ഫോറിൻ പോളിസി? ഒരു അബ്സലൂട്ട് മൊണാർക്ക് എന്ന നിലയിൽ ഫോറിൻ പോളിസിയിൽ ഇദ്ദേഹം എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവന്നത്? ഡിഡ് ഹി മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ ഫോറിൻ പോളിസി ഓഫ് ബോർബൺ ഡൈനാസ്റ്റി? സോ ഫോറിൻ പോളിസി സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ മാറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഹി ഹാഡ് എ ഫേവറബിൾ പൊളിറ്റിക്കൽ കണ്ടീഷൻ. അതിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റിംഗ് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഹി ഫോർമുലേറ്റഡ് ഹിസ് ഫോറിൻ പോളിസി. ഫോർ എക്സാമ്പിൾ, അന്നത്തെ പ്രബലമായ രണ്ട് രാജ്യങ്ങളായിരുന്നു ഓസ്ട്രിയ ആൻഡ് സ്പെയിൻ. പക്ഷേ ഇൻ സെവറൽ കേസ് ദേ ഫോട്ട് ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾ, 30 years വാർ, 30 വർഷത്തോളം നിലനിന്ന വാറിൽ ഓസ്ട്രിയയും സ്പെയിനും അതിൽ രണ്ട് വശങ്ങളിലായിട്ട് ഓപ്പോസിറ്റ് ടീമിലായിരുന്നു. ആൻഡ് വിച്ച് വീക്കൻഡ് ദ പവർ. ഫൈനാൻഷ്യലി ഈ രാജ്യം വീക്കായി തുടങ്ങി. 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വാർ വന്നപ്പോൾ ഓസ്ട്രിയയും സ്പെയിനും അതുവരെ ഉണ്ടായിരുന്ന യൂറോപ്പിലെ രണ്ട് പ്രബല ശക്തികളാണ്. ദീസ് ടു കൺട്രി വർ മോസ്റ്റ് പവർഫുൾ നേഷൻ അറ്റ് ദാറ്റ് ടൈം. ഇവർ രണ്ടുപേരും ഈ 30 വർഷത്തോളം ഉണ്ടായിരുന്ന യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ ഇറ്റ് ബാഡ്ലി അഫക്റ്റഡ് ദെയർ ഇക്കോണമി. സ്ലോലി ഇവൻച്വലി അവരെന്തായി മാറി? ദ ബിക്കെയിം ദ വീക്കർ കൺട്രി. വീക്കർ നേഷൻ എന്ന് പറയുന്നത് തീരെ താഴ്ന്നു പോയി എന്നല്ല, എങ്കിലും കുഡിന്റ് കോമ്പീറ്റ് വിത്ത് അതർ റൈസിംഗ് യൂറോപ്യൻ പവേഴ്സ്. ഒപ്പം തന്നെ ജർമ്മനി വാസ് ദെയർ. ജർമ്മനി അവിടെ ഉണ്ട്. പൊളിറ്റിക്കലി യുണൈറ്റഡ് അല്ല എങ്കിൽ പോലും ജർമ്മനിക്കും ഒരു സ്ട്രോങ് കൺട്രി ആയിട്ട് യൂറോപ്പിൽ ആ സമയം വളർന്നു വന്നില്ല. സോ ഓൾ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ കണ്ടീഷൻ വാസ് ഫേവറബിൾ ടു ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ he wisely utilized that golden opportunities and he came with a theory called theory of natural frontiers. ഇപ്പം നിലവിലുള്ള അന്തർദേശീയ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ കണ്ടീഷൻ ലൂയി XIV അറിയാം. ഇതാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഫ്രാൻസിനെ ഒരു ഗ്രേറ്റർ ഫ്രാൻസ് ആക്കി മാറ്റണമെങ്കിൽ ആ നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് ഒരു ഫോറിൻ പോളിസി സെറ്റ് ചെയ്യാൻ വേണ്ടി ലൂയി XIV തീരുമാനിക്കുന്നു. അതനുസരിച്ച് അദ്ദേഹം ഒരു
ഫോറിൻ പോളിസി സെറ്റ് ചെയ്തു. ദാറ്റ് വാസ് തിയറി ഓഫ് നാച്ചുറൽ ഫ്രോണ്ടിയേഴ്സ്. തിയറി ഓഫ് നാച്ചുറൽ ഫ്രോണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ബോർഡർ എന്ന് പറയുന്നത് നാച്ചുറൽ എലമെന്റ്സ് ആയിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിച്ച് മീൻസ് അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കൺട്രീസ് ബോർഡേഴ്സ് ഷുഡ് അലൈൻ വിത്ത് നാച്ചുറൽ എലമെന്റ്സ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള രാജ്യത്തിന്റെ അലൈൻമെന്റ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ബൗണ്ടറി വെച്ചിട്ടല്ല. അത് എത്രത്തോളം നിലവിൽ ഓരോ രാജ്യത്തിന്റെ കയ്യിൽ എത്ര ലാൻഡ് ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നാച്ചുറൽ ബൗണ്ടറി വെച്ചിട്ടല്ല ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ ലൂയി 14 അദ്ദേഹം ഒരു പുതിയ തിയറി ഇവിടെ കൊണ്ടുവരികയാണ്. ഒരു രാജ്യത്തിന്റെ ബോർഡർ എന്ന് പറയുന്നത് നാച്ചുറൽ എലമെന്റ്സ് ലൈക്ക് റിവർ, ഓഷ്യൻ, ഹിൽസ് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലൂയി 14 അങ്ങനെ പറയാനുണ്ടായിരുന്ന റീസൺ ഈസ് the natural boundary of France is Atlantic Ocean, then the Mediterranean Sea, then Alps. അപ്പം ഫ്രാൻസ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനും മെഡിറ്ററേനിയൻ സീയും അതുപോലെ ആൽപ്സ് പർവ്വതനിരകൾ, ഹിൽസ് ഒക്കെ ചേർന്ന അതിൻ്റെ ഉള്ളിലാണ് ഫ്രാൻസ് നിൽക്കുന്നത്. അപ്പം ഇത്രയും പ്രദേശത്തേക്ക് എത്തുമ്പോൾ, അതായത് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് മെഡിറ്ററേനിയൻ സീയുടെ ഒക്കെ അടുത്തേക്ക് ഫ്രാൻസ് വളരുക എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന് ചുറ്റുമുള്ള കുറേയധികം രാജ്യങ്ങളെ സബ്ജുഗേറ്റ് ചെയ്യണം, കോൺക്വർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഫ്രാൻസിന്റെ ബൗണ്ടറി അറ്റ്ലാന്റിക് ഓഷ്യനും മെഡിറ്ററേനിയൻ സീയുടെയും ആൽപ്സ് ഹിൽസിന്റെ ഒക്കെ അടുത്തായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് വൈ ലൂയി 14 എക്സ്പ്രസ് ദിസ് ടൈപ്പ് ഓഫ് പോയിന്റ്? ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഹി ഹാഡ് എ ഡ്രീം ദാറ്റ് എക്സ്പാൻഡ് ഫ്രാൻസിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നൊരു ഡ്രീം ഉണ്ട്. അദ്ദേഹം അതിനെ ജസ്റ്റിഫൈ ഹിസ് പൊളിറ്റിക്കൽ ആക്ഷൻ. അവിടെ ഇദ്ദേഹം എടുക്കുന്ന പൊളിറ്റിക്കൽ ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് he himself set up a theory called natural frontiers. മറ്റൊന്ന്, ഇദ്ദേഹം ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് another point you must remember regarding Louis XIV's foreign policy, that is he waged war with several European powers. സോ ഫ്രാൻസിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രദേശം ഇതിനോട് കോൺക്വർ ചെയ്ത് അനക്സ് ചെയ്ത് അറ്റാച്ച് ചെയ്യണം. അപ്പം അതിന് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഫോർട്ട് വിത്ത് അതർ നേഷൻസ്. അതുകൊണ്ട് തന്നെ ഇൻ ദോസ് ഡേയ്സ് ലൂയി 14 ഓർ ദ ഫ്രാൻസ് ഫോർട്ട് വിത്ത് സെവറൽ യൂറോപ്യൻ പവേഴ്സ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദർ വാസ് എ വാർ കോൾഡ് വാർ ഓഫ് സ്പാനിഷ് സക്സഷൻ. സ്പെയിനിലെ രാജാവായ ചാൾസ് സെക്കൻഡ്, അദ്ദേഹത്തിന്റെ മരണശേഷം 1700 ചാൾസ് സെക്കൻഡ്, ദ റൂളർ ഓഫ് സ്പെയിൻ, ഹു ഡൈഡ് ഇൻ 1700 വിതൗട്ട് ലീവിങ് എ സക്സസർ. ഒരു നെക്സ്റ്റ് റൂളറെ ലീവ് ചെയ്യാതെയാണ് ചാൾസ് സെക്കൻഡ് മരിക്കുന്നത്. സോ സ്വാഭാവികമായും the powerful European powers, they came forward and they became the claimant. For example, ഈ സ്പെയിനിലെ രാജാവ് ചാൾസ് മരിച്ച ഉടനെ തന്നെ സ്പാനിഷ് ത്രോണിന് വേണ്ടി യൂറോപ്പിലെ സ്ട്രോങ് കൺട്രീസ് ഒക്കെ മുൻപോട്ട് വന്നു. ആൻഡ് എമംഗ് ദം there were several and among them 3 were important. അതിലൊരു പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആയിരുന്നു. അതിന് കാരണം ഫ്രാൻസും Louis XIV and the Charles II, they were the relatives. Louis XIV ചാൾസും സ്പെയിനിലെ റൂളറായ ചാൾസും ഒരു റിലേറ്റീവ്സ് ആണ്. ആ ബന്ധം വെച്ചാണ് ലൂയി 14 അദ്ദേഹം he tried to place his grandson അദ്ദേഹം അവിടുത്തെ റൂളറായി സ്പെയിനിലെ റൂളറാക്കാൻ വേണ്ടി he tried to impose his grandson as a new ruler of Spain. അതിൻ്റെ ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്പെയിനെയും കൂടി ഫ്രാൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. ലൂയി 14 ഒരു ഹിഡൻ പേർപ്പസ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്പെയിൻ ഫ്രാൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. ഒരു യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ അറ്റാച്ച് ചെയ്യും. സോ ദാറ്റ് വാസ് ദ പൊളിറ്റിക്കൽ പ്ലാൻ ഓഫ് ലൂയി 14 ബിഹൈൻഡ് ദിസ്, വിച്ച് മീൻസ് പ്രപ്പോസിങ് ഹിസ് ഗ്രാൻഡ് സൺ ആസ് ന്യൂ റൂളർ ഓഫ് സ്പെയിൻ. ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് എനി സപ്പോർട്ട്. അദ്ദേഹത്തിന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൂയി 14 യാതൊരുവിധ സപ്പോർട്ടും ലഭിക്കുന്നില്ല ഇതില്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പെയിനിന്റെ റൂളറായി ഒരു ഫ്രാൻസിലെ ഒരു
ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും സ്പെയിനും ഫ്രാൻസും കൂടെ ഒന്നിക്കുകയാണെങ്കിൽ, പൊളിറ്റിക്കലി യൂണിഫൈ ആവുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഇറ്റ് ബിക്കം മോർ പവർഫുൾ കൺട്രി. അത് ഇറ്റ് വിൽ ക്രിയേറ്റ് ഫിയർ ടു റെസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ പവേഴ്സ്. ബാക്കിയുള്ള യൂറോപ്യൻ പവേഴ്സിന് അതൊരു ടെൻഷനാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ദർ വാസ് എൻ അലയൻസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരു അലയൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ബ്രിട്ടൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ എനിമി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വ്യാവസായിക മേഖലയിലൊക്കെ ആയിട്ട് ഫ്രാൻസിന്റെ പൊതുശത്രുവാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടൻ സ്പെയിനെ ഫ്രാൻസിനോട് അറ്റാച്ച് ചെയ്യാനുള്ള ശ്രമമാണ് ലൂയി ഫോർട്ടീന്റെ ഇടയിൽ നിന്ന് ലൂയി ഫോർട്ടീന്റെ സൈഡിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ബ്രിട്ടൻ ഫോംഡ് എൻ അലയൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ പവേഴ്സ്. സോ അതാണ് വിച്ച് റിസൾട്ടഡ് എ വാർ കോൾഡ് വാർ ഓഫ് സ്പാനിഷ് സക്സഷൻ. ആൻഡ് ദ വാർ ലാസ്റ്റഡ് അബൌട്ട് 12 years. 12 വർഷത്തോളം അത് നീണ്ടു നിന്നു. ആൻഡ് വിച്ച് വീക്കൻഡ് ബോത്ത് ദ പവർ ആൻഡ് ദ ഇക്കോണമി ഓഫ് ഇൻവോൾവ്ഡ് കൺട്രീസ്. ഇത് രണ്ട് രാജ്യങ്ങളെ, ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും അത് ഒരുപോലെ വീക്കൻ ചെയ്തു. മാത്രമല്ല ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത എല്ലാ രാജ്യങ്ങളെയും പൊളിറ്റിക്കലി ആൻഡ് ഇക്കണോമിക്കലി അത് വീക്കൺ ചെയ്തു. ഇതിൻ്റെ റിസൾട്ട്, ഈ ഒരു വാർ ഓഫ് സ്പാനിഷ് സക്സഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രാൻഡ് അലയൻസ് ആണ് ഇതിൽ വിജയിക്കുന്നത്. എങ്കിലും ദേ അലൗഡ് ലൂയി ഫോർട്ടീൻ ടു പ്ലേസ് ഹിസ് the claimant on Spain. സ്പെയിനിൽ അദ്ദേഹത്തിന്റെ ക്ലെയിമന്റിനെ എൻത്രോൺ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രിയയും ഒരു ക്ലെയിമന്റായി സ്പെയിൻ്റെ ഒരു ക്ലെയിമന്റായിട്ട് വന്നപ്പോൾ ഓസ്ട്രിയ ഒരു ഫ്രാൻസിനേക്കാൾ സ്ട്രോങ് പവറായി ഓസ്ട്രിയ വളരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചിട്ടും ബ്രിട്ടൻ ഫ്രാൻസിന്റെ ക്ലെയിമന്റിനെ, അതിന് അവകാശിയെ സ്പെയിനിന്റെ റൂളറായിട്ട് എൻത്രോൺ ചെയ്യുന്ന അവരോധിക്കുക എന്നവർ എൻത്രോൺ ചെയ്യാൻ അനുവദിക്കുന്നത്. ഇൻ റിട്ടേൺ ലൂയി ഫോർട്ടീൻ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്, ഹി വിൽ നോട്ട് അറ്റാച്ച് സ്പെയിൻ ഇൻ ടു ഫ്രാൻസ്. സ്പെയിനെ ഫ്രാൻസുമായിട്ട് അറ്റാച്ച് ചെയ്യില്ല എന്നൊരു ഉറപ്പ് കൊടുത്തതിന്റെ പുറത്താണ് ഗ്രാൻഡ് അലയൻസ് ലൂയി ഫോർട്ടീന്റെ ക്ലെയിമന്റിനെ സ്പെയിനിന്റെ റൂളറായി അപ്പോയിന്റ് ചെയ്യുന്നത്. So that was all about the policies of Louis XIV.